നമസ്കാരം പ്രിയ റേഡിയോ മാറ്റുലി ശ്രോതാക്കളെ. കൃത്യമായ ഇൻട്രസ്റ്റും സ്കില്ലും മനസ്സിലാക്കി നമ്മുടെ കരിയർ എങ്ങനെ ചൂസ് ചെയ്യാം എന്നത് മിക്കപ്പോഴും നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന ഒന്നാണ്. പക്ഷേ അതിനെല്ലാം കൃത്യമായ മറുപടി നൽകാൻ ഇന്ന് നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലെ അധ്യാപകനും ക്രാക്ക് വിത്ത് ഈസ് കോച്ചിംഗ് പ്ലാറ്റ്ഫോമിന്റെ സ്ഥാപകനുമായ ഡാനിയേൽ എം എബ്രഹാമാണ്. നമസ്കാരം സർ, റേഡിയോ മാറ്റുലിയിലേക്ക് സ്വാഗതം. ഇപ്പോൾ മത്സര പരീക്ഷകളുടെ സമയമാണ്. പല പരീക്ഷകളുടെയും റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ശരിയായ കരിയർ തിരഞ്ഞെടുക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലൊരു ടേണിംഗ് പോയിന്റ് ആണ്. സാറിന്റെ ഒരു സീരീസുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കുന്നതിലൂടെ സാറിന്റെ മറുപടികളിലൂടെ ഒരു കൃത്യമായ കരിയർ എങ്ങനെ ഒരാൾക്ക് തിരഞ്ഞെടുക്കാം എന്ന വ്യക്തമായ ഒരു ധാരണ ശ്രോതാക്കൾക്ക് ലഭിക്കുമെന്ന് കരുതുകയാണ്. സാറിന്റെ ഈ ഒരു സീരീസ് പ്രസിദ്ധീകരിച്ചതിലൂടെ സാറിന് എന്ത് തോന്നുന്നു? ആളുകൾ ഇപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ജോലിയാണോ ചെയ്യുന്നത്? മാഡം ചോദിച്ച ചോദ്യം ഞാൻ ഇതിനെപ്പറ്റി ഒരു പഠിക്കാൻ ശ്രമം നടത്തിയായിരുന്നു. അന്നേരം ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, വളരെ ഞെട്ടിക്കുന്നൊരു യാഥാർത്ഥ്യം, ലോകത്ത് 70% ആളുകൾ അവർ ചെയ്യുന്ന ജോലിയിൽ തൃപ്തരല്ല എന്നുള്ളതാണ് പഠനങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് സൂചിപ്പിക്കുന്നത്. ഈ 70% എന്ന് ഉദ്ദേശിക്കുന്നത് പഠിപ്പോ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല. അവരെല്ലാവരും നമ്മളെപ്പോലെ പഠനം നടത്തി, വിദ്യാഭ്യാസം നടത്തി, ഇന്റേൺഷിപ്പുകൾ ചെയ്ത് ഇതെല്ലാം ശേഷം അവരിന്ന് ജോലിയും വലിയ പൊസിഷനിൽ ഇരിക്കുന്നു. പക്ഷെ അവരോട് വ്യക്തിപരമായി ചെന്ന് ചോദിച്ചപ്പോൾ, സർവേ നടത്തി കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒരു വലിയൊരു ആൻസർ, അവരതിലത്ര തൃപ്തരല്ല. അപ്പൊ പിന്നെ എന്താ സംഭവിച്ചത്? വാട്ട് ഈസ് ദിസ് 30% ഡൂയിങ് ഡിഫറെന്റ്ലി? 30% ആൾക്കാർ എന്താണ് ഇതിൽ വ്യത്യസ്തമായിട്ട് എന്താ ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യമാണ് എനിക്ക് വളരെ കൗതുകമായിട്ട് തോന്നിയത്. അപ്പൊ ഇതിനെന്നാ എസ്റ്റാബ്ലിഷ്ഡ് മോഡൽസ് ഉണ്ടോ? എന്താണ് നിലവിലെ എന്താ പറയുക ശാസ്ത്രശാഖ, പ്രത്യേകിച്ച് മനഃശാസ്ത്രപരമായി ബന്ധപ്പെട്ട് സൈക്കോളജിക്കൽ റീസർച്ച് ഇതിനെപ്പറ്റി എന്താ സംസാരിക്കുന്നത് എന്നുള്ള എൻ്റെ ഒരു വളരെ എളിയ ഒരു അന്വേഷണത്തിൽ നിന്നും അതിലൊരു പഠനത്തിൽ നിന്നും ഞാനൊരു 5-part സീരീസ്, ഒരു ഐ ഓപ്പണർ ടുഡേ എന്ന് പറഞ്ഞൊരു മാഗസിൻ എഴുതാനിടയായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ആ മാഗസിൻ നിങ്ങൾക്ക് ഓൺലൈനിൽ അടിച്ചാൽ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതും 5 പാർട്ടായിട്ടാണ് അവർ പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പാർട്ടിൽ ഞാൻ സൂചിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: 70% ഓഫ് ദ പീപ്പിൾ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദർ ജോബ്, but that doesn't end in itself. But 30% of people are doing differently. ഒരു 30% ആൾക്കാർ എന്താണ് വ്യത്യസ്തമായിട്ട് ചെയ്യുന്നത്? ആ ഒരു ചോദ്യം, അതായത് അവർ പലപ്പോഴും 30% ആളുകളെ കണ്ടൊരു വ്യത്യസ്തത, അവര് ചുറ്റുപാടുകളിലേക്കും പേരും പ്രശസ്തി, അന്ന് ഏത് സ്കോപ്പ്, അവരെന്താ പറയുന്നത് ഇവരെന്താ പറയുന്നത് എന്നല്ല നോക്കിയത്. പകരം അവരിലേക്ക് നോക്കി, എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ ഫുൾഫിൽ ആയിട്ട് തോന്നുന്നത്, എവിടെയോ അവരതിന് എക്സ്പ്ലോർ ചെയ്യാൻ സമയം എടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ടോക്കിൽ നമ്മൾ ചിന്തിക്കുന്നത് ഈ ഒരു 30% ഓഫ് ആളുകളിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ചില ഇൻസൈറ്റുകളുണ്ട്. അവരെന്താണ്? അപ്പോൾ അതുകൊണ്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഒരു ആശയം കരിയർ ഫിറ്റ് എന്ന് പറയുന്ന ഒരു ആശയമാണ്. ആ ഫിറ്റ്നസ്സിലേക്ക് നിങ്ങൾക്ക് എത്രത്തോളം കൊണ്ടുവരാം, അതിന് ഏതൊക്കെ ഘടകങ്ങൾ ചേരുമ്പോഴാണ് ഒരു ഫിറ്റ്നസ്സിലേക്ക് വരിക എന്നുള്ള കാര്യം നമുക്ക് ചർച്ച ചെയ്യാം. ഇതിൽ 4 കാര്യങ്ങളാണ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഒന്നാമത്തെ കാര്യം ഇൻട്രസ്റ്റ്, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ താല്പര്യങ്ങൾ, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇൻട്രസ്റ്റ് ഈസ് 1. സെക്കൻഡ് ഈസ് പേഴ്സണാലിറ്റി, നമ്മുടെ വ്യക്തിത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. 3 സ്കിൽ, കഴിവുകൾ. 4 മൂല്യങ്ങൾ, വാല്യൂസ്. ഇപ്പം ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി, സ്കിൽസ് ആൻഡ് വാല്യൂസ്, ഇത് 4ഉം ചേരുന്ന വളരെ രസകരമായ ഒരു പസിലായിട്ട് വേണമെങ്കിൽ നമുക്ക് കരിയറിനെ കാണാം. അപ്പം ഒരുപക്ഷെ നിങ്ങൾക്ക് ഏതെങ്കിലും, എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് വീഡിയോ എഡിറ്റിങ്ങിനെ പറ്റി, ഇത് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം, ഞാൻ നിങ്ങൾക്കൊരു ഓവർവ്യൂ തരിക. പക്ഷേ ഇൻട്രസ്റ്റ് മാത്രം പോരാ, അതിനുള്ള വ്യക്തിത്വ സവിശേഷതകൾ നിങ്ങൾക്കുണ്ടോ, അതിനുള്ള സ്കില്ലും കൂടെ നിങ്ങൾക്കുണ്ടോ, നിങ്ങൾ ജീവിതത്തിൽ നിങ്ങൾക്കുള്ള ചില മൂല്യങ്ങൾ, ചില വാല്യൂസ് ഇതുമായിട്ട് ഒത്തുപോകുമോ? ഫോർ എക്സാമ്പിൾ, എനിക്ക് രാത്രി ഒന്നും വർക്ക് ചെയ്യാനൊന്നും പറ്റില്ല, പക്ഷെ നിങ്ങളുടെ കരിയർ എഡിറ്റിംഗ് ജോലിയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ചിലപ്പോൾ രാത്രിക്ക് ഇരുന്ന് എഡിറ്റ് ചെയ്യേണ്ടി വരും. അയ്യോ അത് പറ്റില്ല, എന്നാൽ പിന്നെ നിങ്ങൾക്ക് ഇത് 4 കൂടെ ചേർന്ന് വരുന്ന വളരെ രസകരമായൊരു പസിലാണ് ഈ കരിയർ ഫിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ സാറ് പറഞ്ഞത് പ്രകാരം ഒരാളുടെ പദവിയോ അല്ലെങ്കിൽ സാലറിയോ അതിനെ കഴിഞ്ഞൊക്കെ ഒരു തൊഴിൽ സംതൃപ്തി നൽകുന്നത് ശരിക്കും ഈ കരിയർ ഫിറ്റ് ആണ്. തീർച്ചയായിട്ടും ഈ കരിയർ ഫിറ്റ് ഒരു പക്ഷേ ഞങ്ങളെ കേൾക്കുന്ന ആളുകൾ നിങ്ങൾ ചിന്തിക്കേണ്ടാവും, എങ്ങനെയെങ്കിലും 10 കാശ് ഉണ്ടാക്കണം. ഇപ്പൊ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്ത് ഇങ്ങനെ എന്നോട് പറഞ്ഞു, എടാ ഞാൻ നേഴ്സിങ്ങിന് പോവുക. അപ്പൊ ഞാൻ ചോദിച്ചു, നീയോ നേഴ്സിങ്ങോ, നിനക്കത്? എൻ്റെ എടാ എനിക്ക് 10 കാശുണ്ടാക്കണം, ഇന്ന് അതിന് പോയാലേ കാശുണ്ടാക്കാൻ പറ്റത്തുള്ളൂ. കാശുണ്ടാക്കണം, തീർച്ചയായിട്ടും പണം നമുക്ക് ആവശ്യമാണ്, പദവി നമുക്ക് ആവശ്യമാണ്, വലിയ വീട് വെക്കണം. എൻ്റെ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എൻ്റെ കുടുംബത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി കുറച്ച് മോശമാണ്, എങ്ങനെയെങ്കിലും 10 കാശുണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത അതിൽ തന്നെ കുഴപ്പമുള്ളൊരു ചിന്തയായിട്ടല്ല. പക്ഷേ എപ്പോഴും ചിന്തിക്കുക,
ഞാനൊരു ഫിലോസഫറിനെ പോലെ ഒന്നും സംസാരിക്കല്ല സാർ. ഇന്നത്തെ കാലത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയുമ്പോൾ പണം ഒന്നും വേണ്ട എന്ന് പറയുന്നത് നിനക്ക് കാശുള്ളതുകൊണ്ടാണ് നീ അങ്ങനെ പറയുന്നതെന്ന് പറയും. പക്ഷെ നമ്മൾ കുറച്ചും കൂടെ മുന്നോട്ടിട്ട് ചിന്തിക്കുക. ആക്ച്വലി ഞാൻ എന്ത് ചെയ്യാനാണ് ഈ ലോകത്ത് വിളിക്കപ്പെട്ടതെന്നുള്ളത്. ഈ റിക്ക് വാരന്റെ പർപ്പസ് ഡ്രിവൺ ലൈഫ് എന്നുള്ള പുസ്തകമുണ്ട്. ലോകത്തെ ഒരുപാട് ആളുകളുടെ ജീവിതം മാറ്റിമറിച്ചൊരു പുസ്തകമാണ്. ആ പുസ്തകത്തിലൊക്കെ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്തിനാണ്, നിങ്ങളുടെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം എന്താണ്. കരിയറിന് അത് വളരെ അടുപ്പമുണ്ട് അതിന്. അപ്പോൾ ഞാൻ ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് വളരെ വിചിത്രമായിട്ട് തോന്നിയ 1-2 കാര്യങ്ങൾ. എൻ്റെ കൂടെ ഒന്ന് PhD ചെയ്യാൻ IT-ലൊക്കെ വർഷങ്ങളോളം ഉയർന്ന സാലറിയിലും പദവിയിലും ലോകത്തെ പല രാജ്യങ്ങളിൽ ജോലി ചെയ്ത ആളുകൾ, കമ്പനി സെക്രട്ടറി പോലെയുള്ള ഉദ്യോഗങ്ങൾ കഴിഞ്ഞ് അതൊക്കെ വേണ്ടാന്ന് വെച്ച്, അല്ലെങ്കിൽ വലിയ പദവിയും പണവും പ്രശസ്തിയൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് അവർക്ക് ഏതെങ്കിലും രീതിയിലൊക്കെ സമൂഹത്തെ സേവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി അവർ സൈക്കോളജിയൊക്കെ അതിനുവേണ്ടി ഡിസ്റ്റൻസ് ആയിട്ടൊക്കെ പഠിച്ച് പിന്നീട് അതിൽ ഗവേഷണമൊക്കെ നടത്താൻ വളരെ താല്പര്യത്തോടെ വന്ന ചില സുഹൃത്തുക്കൾ എനിക്കുണ്ട്. അപ്പം ഞാൻ അവരോടൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ അതിന് മനസ്സിലാക്കിയൊരു കാര്യം, കുറച്ച് കഴിയുമ്പം ആദ്യമേ നമുക്ക് ഈ പണം ഇല്ലാത്തപ്പോഴാണ് നമ്മൾ എങ്ങനെയും 10 കാശുണ്ടാകണം. ഈ കാശ് വന്നു കഴിയുമ്പോഴോ അല്ലെ പറയും ഇപ്പം എന്നെ ആരെയും അറിയത്തില്ല, എനിക്ക് 4 പേര് എന്നെ ഒന്ന് അറിയണം, അറിഞ്ഞു കഴിഞ്ഞാലോ ഇതിനധികം ദൂരമൊന്നും വേണ്ട. ഒരു പക്ഷെ നിങ്ങൾ നാളെ ഏതെങ്കിലും ഒരു ജോലിയിൽ നിങ്ങൾ അത്യാവശ്യം നന്നായി കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് പണവും പ്രശസ്തിയും പേരും അത്യാവശ്യം കാശും വണ്ടിയും ഒക്കെ വരും. അതിനുശേഷം പിന്നെ ജീവിതത്തിന്റെ അർത്ഥം പലരും ഒരു 40കളിലേക്ക് എത്തുമ്പം അവരാകെ ക്രൈസിസിൽ കാണും. അവർക്ക് പിന്നെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് ചിന്തിക്കുന്ന ആരെങ്കിലും ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോഴേ അതും കൂടെ ഒന്ന് ചിന്തിക്കുക. കേവലം കരിയർ ഈസ് നോട്ട് ഈക്വൽ ടു ദ മണി ദാറ്റ് ഈസ് ബീങ് ക്രെഡിറ്റഡ് അറ്റ് ദ എൻഡ് ഓഫ് യുവർ മന്ത്. മാസാവസാനം നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്ന സാലറി അല്ല നിങ്ങളുടെ കരിയർ. അത് മാത്രമല്ല, അത് ഇമ്പോർട്ടൻ്റ് അല്ലേ, ആണ്, തീർച്ചയായിട്ടാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് എന്തോ ചിലതുണ്ട്. അതും കൂടെ ഒരു പക്ഷേ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞോ +2 കഴിഞ്ഞൊക്കെ ആയിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെയാണ് ഈ കരിയർ ഫിറ്റിന്റെ പ്രാധാന്യം. അപ്പോൾ അവിടെ നമുക്ക് കുറച്ചും കൂടെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ചെയ്യുന്ന കാര്യം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ ബിലീവ് മീ, കാശ് നമ്മുടെ അടുത്തേക്ക് വരും. നമ്മൾ അതിനെ തേടി പോണ്ട. പദവിയും ഒക്കെ അതിന് ഒരു പക്ഷേ ക്ഷമയോടുകൂടെയൊക്കെ കുറച്ച് നാളൊന്ന് കാത്തിരുന്നാൽ മതിയാവും. കമ്പാരിസന് വേണ്ടി നോക്കട്ടെ. ലോകം ടൂ മച്ച് കമ്പാരിസന് പിന്നാലെയാണ്. എടാ അപ്പുറത്തെ വീട്ടിലെ ആളെ നോക്ക്, എടാ നിനക്കെന്ത്, നീ അവൻ ചെയ്ത്, അവനല്ല ഞാൻ എന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടായിരിക്കുക. അറ്റ് ദ സെയിം ടൈം മറ്റുള്ളവരിൽ നിന്നും പഠിക്കാൻ പറ്റുന്ന പാഠങ്ങൾ പഠിക്കുന്നത് എന്തുകൊണ്ടും ഒരു നല്ല പഠിതാവിന്റെ ലക്ഷണം കൂടെയാണ്. ഒരു കാര്യം ഞങ്ങൾ പ്രാരംഭത്തിൽ പറയട്ടെ, കരിയർ ഇസ് നോട്ട് എ ഡെസ്റ്റിനേഷൻ ഇൻ ഇറ്റ് സെൽഫ്. അതിൽ തന്നെ ഞാൻ എന്നാലേ ഡോക്ടറായി അതുകൊണ്ട് തന്നെ കഴിയുന്നത് ഇതൊരു യാത്രയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കുടുംബ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ ചില സാമൂഹിക യാഥാർത്ഥ്യങ്ങളുടെ ഒരു പ്രഷർ കാരണം ഒരു പക്ഷേ ഒരു പർട്ടിക്കുലർ ഉദ്യോഗം നിങ്ങൾ ഇപ്പോൾ ചൂസ് ചെയ്തെന്ന് വെച്ച് ജീവിതകാലം മൊത്തം അതിൽ നിൽക്കണമെന്ന് ആരും നിങ്ങളോട് പറയുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മാറ്റി ചിന്തിക്കാം. ഒരുപക്ഷെ വീട്ടിലെ സാഹചര്യം ഇപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ജോലി ചെയ്ത് കുറച്ച് വരുമാന മാർഗം നേടിയെടുക്കുക എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് അതിന് പോകണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം നമ്മുടെ സാഹചര്യങ്ങളും പ്രധാനപ്പെട്ടതാണ്. കരിയർ പണ്ട് നമ്മളൊക്കെ ഇങ്ങനെ ആളുകൾ പേടിപ്പിക്കും, 10ാം ക്ലാസ് ഇതാണ് നിന്റെ ജീവിതം മാറ്റിമറിക്കാൻ പോകുന്നത്, ഇത് കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതം കഴിഞ്ഞു, ലോക്കായി എന്നൊക്കെയാണ്. ഇല്ല, ഞാനൊക്കെ ആദ്യം വിചാരിച്ചു ഓക്കെ 10ാം ക്ലാസ് കഴിഞ്ഞാൽ എന്നാൽ ഇപ്പൊ സെറ്റ് ആവുന്നത്. എവിടെ +2 കഴിയുമ്പോൾ ഇതേ ഡയലോഗ് ആവർത്തിക്കുകയാണ്, ഡിഗ്രി കഴിയുമ്പോഴും ഇതേ ഡയലോഗ് ആവർത്തിക്കുകയാണ്. നമുക്ക് ജീവിതത്തിൽ എപ്പോഴും വഴിമാറി പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് ഭയങ്കരമായി തലയിലിട്ട് ടെൻഷൻ അടിച്ച് ഭയങ്കരമായ കരിയർ ആങ്സൈറ്റിയിലേക്കൊന്നും കയറണ്ട. ടേക്ക് യുവർ ടൈം, ടേക്ക് ഇറ്റ് സിമ്പിൾ, ഡേ ബൈ ഡേ. ഈ മഹേന്ദ്ര സിംഗ് ധോണിയും ഒക്കെ ക്രിക്കറ്റ് മാച്ച് കഴിഞ്ഞിട്ട് ഇവരുടെ പ്രസന്റേഷനൊക്കെ നമ്മൾ നോക്കുമ്പോൾ അവരിങ്ങനെ പറയും, അപ്പോൾ ഈ കമന്റേറ്റേഴ്സ് അടുത്ത ദിവസം, അടുത്ത മാസം, അടുത്ത വർഷം നടക്കാൻ പോകുന്ന കളിയെ പറ്റിയൊക്കെ ചോദിക്കും. അവിടെ വരുന്ന ഇപ്പൊ ചിന്തിക്കുന്നില്ല, എനിക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്നത് നന്നായി ചെയ്യുക, അത് മതി നമുക്ക്. ഇന്ന് ടുഡേ, ഇന്നത്തെ ദിവസം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്നൊരു പുതിയ പുസ്തകം വായിക്കാൻ പറ്റും, പുതിയ പുസ്തകത്തിന് 2 പേജ് എനിക്ക് വായിക്കാൻ പറ്റും, അത്ര ചിന്തിച്ചാൽ മതി. ഈ ബൈബിളിൽ പറയുന്നൊരു ഫേമസ് ആയി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാചകമുണ്ട്, ഈ അല്പത്തിൽ വിശ്വസ്തനായിരിക്കുക, ഞാൻ നിന്നെ അധികത്തിൽ വിചാരിക്കണേക്കും. ബി ഫെയ്ത്ത്ഫുൾ ഇൻ ദ ലിറ്റിൽ. നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്തുണ്ടോ അത് ചെയ്യുക, ഇനി വരാനുള്ള തന്നെ വന്നോളൂ. ഓക്കെ. ഇപ്പം ഫാമിലിയും സാഹചര്യമൊക്കെ സാർ പറഞ്ഞു. അപ്പം ഇപ്പൊ ഒരാൾക്കൊരു പാഷൻ ഉണ്ട്, അല്ലെങ്കിൽ അവരുടെ ചില താല്പര്യങ്ങളുണ്ട്. ചെറുപ്പം മുതലേ അധ്യാപകരും അല്ലെങ്കിൽ പാരന്റ്സും ഒക്കെ അവരെ ശീലിപ്പിക്കുന്നത് അത് നമ്മളുടെ വെറും ഹോബിയായി മാത്രം കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ഒരു മനോഭാവത്തില് എങ്ങനെ നമുക്ക് മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി കഴിയും? അതെ അതെ, മാം ചോദിച്ചൊരു കാര്യം ഇൻട്രസ്റ്റുമായി ബന്ധപ്പെട്ട്. ഇപ്പൊ നമ്മള് എടാ നിനക്ക് എന്ത് ചെയ്യാനാണ് ഇൻട്രസ്റ്റ് എന്ന് ചോദിക്കുമ്പോൾ, ചേട്ടാ എനിക്ക് വീഡിയോ എഡിറ്റിംഗ് ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ഇൻട്രസ്റ്റുകൾ അല്ലെ, നമ്മുടെ താല്പര്യങ്ങൾ, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ നല്ല കരിയർ വഴികളെ
കൊന്നു കളഞ്ഞ ഒരു ചോദ്യം ഉണ്ടാവും, എടാ അതൊക്കെ കൊള്ളാം, അതുകൊണ്ട് വലിയ 10 കാശുണ്ടാക്കോ, അത് നിനക്കൊരു തൊഴിലായിട്ട് സ്വീകരിക്കാൻ പറ്റുമോ? ഇത് നമ്മുടെ കുടുംബക്കാരും നമ്മുടെ അപ്പനും അമ്മയും നമ്മുടെ നാട്ടുകാരും അല്ലെങ്കിൽ അമ്മാവന്മാരൊക്കെ ചോദിക്കുന്ന ചോദ്യമായിരിക്കും. അതുകൊണ്ട് ഇപ്പം എന്താ നിനക്ക് എഡിറ്റിംഗ് ഇഷ്ടം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വലിയ അത് നിനക്ക് കരിയറാക്കാനൊന്നും പറ്റത്തില്ല. ഒരുപക്ഷെ അവർ ചോദിക്കുന്നത് നമ്മളോടുള്ള കൺസേൺ കാരണമാണ്. പക്ഷെ അതിലൊരു ചെറിയ പ്രശ്നമുണ്ട്. നമ്മളെ പലപ്പോഴും അവിശ്വസിക്കാൻ തുടങ്ങുകയാണത്. നിങ്ങൾ നിങ്ങളുടെ കഴിവുകളെ അവിശ്വസിക്കാൻ തുടങ്ങുക. ഒരു കാര്യം ഞാൻ കടത്തി പറയട്ടെ. ഇപ്പം നിങ്ങൾ ഒരു പക്ഷേ മണിക്കൂറുകൾ ഇരുന്ന് എന്താ പറയുക എഡിറ്റിംഗ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കൂട്ടുകാർ ചേർന്നൊരു ടൂർ പ്ലാൻ ചെയ്യുമ്പോഴോ കുടുംബത്തിലൊരു ഫംഗ്ഷൻ പ്ലാൻ ചെയ്യുമ്പോൾ നിങ്ങളായിരിക്കും അതിൻ്റെ ലീഡർഷിപ്പ് എടുത്ത് ഞാൻ ഓരോ പാറ്റേൺസ് നിങ്ങൾക്ക് പറഞ്ഞു തരിക. ഒരു പക്ഷേ നിങ്ങളുടെ ഒരു മകനോ മകളോ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കൂട്ടുകാരോ അവർ മാത്രം ചില കാര്യത്തിന് നേതൃത്വം കൊടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ രാത്രി മൊത്തം ഇരുന്നിട്ട് ഒരു വീഡിയോ എഡിറ്റ് ചെയ്ത് നല്ല രീതിയിൽ ചെയ്യാനാണെങ്കിൽ അതിന്റെ അർത്ഥം വീഡിയോ എഡിറ്റർ എന്ന കരിയർ ചോയ്സ് മാത്രം തിരഞ്ഞെടുക്കണമെന്നല്ല. അതിലൂടെ പ്രകടമാകുന്നത് അവരുടെ അകത്ത് കിടക്കുന്ന നമ്മുടെ ഇൻട്രസ്റ്റുകൾ ചില പാറ്റേൺസിനെ പ്രകടിപ്പിക്കുന്നുണ്ട്, ചില പാറ്റേൺസ് മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഇത് നിങ്ങൾ സൂക്ഷ്മമായി ചിന്തിച്ചാൽ അറിയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു കാര്യം വന്നപ്പോൾ അതൊന്ന് കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരെയും വിളിച്ചേടാ നീ വരത്തില്ല ഇങ്ങനൊരു ഫംഗ്ഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്ന ഒരു എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു പഠിതാവ്, അത് കേവലം അതിലൂടെ പ്രകടമാകുന്നത് നല്ലൊരു ലീഡർഷിപ്പ് സ്കില്ലും കൂടെയാണ്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അങ്ങനെയുള്ളൊരു ജോലി തിരഞ്ഞെടുക്കാൻ ചിന്തിക്കാനുള്ള സാധ്യതയുണ്ട്. അല്ല, എഡിറ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു സ്റ്റോറി ടെല്ലർ ആവാനോ കൃത്യമായ കാര്യങ്ങളെ കാണാനുള്ള കഴിവുകൾ ഏത് സംരംഭങ്ങളും അദ്ദേഹത്തിന് യോജിക്കും. അപ്പം കേവലം ഇന്ന് നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും എന്നോ ബി എന്നൊരു കാര്യം ഒരുപക്ഷെ നന്നായി ഇരുന്ന് പഠിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക ടീച്ചറാവാന്നുള്ള മാത്രമല്ല, ഒരുപാട് നേരം പഠിക്കേണ്ടതായ ഒരുപാട് എന്താണ് അത്തരം സമയമെടുത്തൊരു കാര്യത്തിൽ ഫോക്കസ് ചെയ്യാനുള്ളൊരു പാറ്റേൺ ആണ് അതിൽ നിന്ന് റിവീൽ ആവുന്നത്. ഞാൻ പറയുന്നത് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. മണിക്കൂറുകൾ ഇരുന്ന് കഴിഞ്ഞ ദിവസം എന്നെ നിലമ്പൂരിൽ നിന്ന് ഒരു പാരന്റ് വിളിച്ചു. അവരുടെ ടെൻഷൻ ഇതാണ്. അപ്പോൾ സാധാരണ നമുക്ക് കിട്ടുന്ന കോളിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് എനിക്കത് തോന്നി. അവർ വിളിച്ചു പറഞ്ഞത്, സാറേ ഞാൻ ചോദിച്ചു എത്ര മാർക്കുണ്ട്, 98% +1 മാർക്കുണ്ട്, +2 ഏകദേശം ആ റേഞ്ചിൽ തന്നെ വരും. ആളുടെ ചേച്ചി ഓൾറെഡി ഡോക്ടർ MBBS പഠിച്ചുകൊണ്ടിരിക്കുന്നു. അവന് അമ്മ വിളിച്ചിട്ട് എന്നോട് ഇതാ പറഞ്ഞത്, സാറേ അവന് ഈ പറഞ്ഞ മെഡിസിനോ എഞ്ചിനീയറിംഗോ ഒന്നും പോകണ്ട, അവന് ഡൽഹി യൂണിവേഴ്സിറ്റിയിലുള്ള ഏതെങ്കിലും ഒരു നല്ല കോളേജിൽ ചേർന്ന് BA ഹിസ്റ്ററിയോ BA ഫിലോസഫിക്കൊക്കെ ചേർന്നാൽ മതി. അപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വളരെ നല്ലൊരു തീരുമാനമാണല്ലോ. നമ്മൾ സാധാരണ കുട്ടികളോട് ഞാൻ ചോദിച്ചു, അവൻ CUET UGക്ക് അപേക്ഷിച്ചോ? അതൊക്കെ ഓൾറെഡി അപേക്ഷിച്ച് അവൻ അതിന് പ്രിപ്പറേഷനാണ്, രാവും പകരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അവന് UPSCയുടെ ട്രെയിനിങ്ങിന് പോകണം. അപ്പം അതിന് ഏറ്റവും നല്ലത് BA ഹിസ്റ്ററിയോ BA പൊളിറ്റിക്കൽ സയൻസോ ഒക്കെ എടുത്ത് പഠിച്ച് UPSCയുടെ ട്രെയിനിങ്ങിന് പോകാനാണ്. ഇത് ഞാൻ പല വിദ്യാർത്ഥികളോടും പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യമാണ്. പലരും അത് അത്ര കൂട്ടാക്കാറില്ല. ഈ പയ്യൻ അത് ഓൾറെഡി കണ്ട് റിസർച്ച് ചെയ്ത് പഠിച്ച് അത് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ മനസ്സിലാക്കി ഇവനിത് ചെയ്തുകൊണ്ടിരിക്കും. മണിക്കൂറുകൾ അവനിരുന്ന് പഠിക്കും. അവൻ്റെ അമ്മയ്ക്കാണ് ടെൻഷൻ അത് എത്രത്തോളം. അപ്പം ഞാൻ പറഞ്ഞു ഇല്ല മോന് ഒരു കരിയർ കൗൺസിലിങ്ങിന്റെ ആവശ്യമില്ല, അവൻ റൈറ്റ് പാത്തിലാണ് പോകുന്നത്. ഞാൻ അമ്മയ്ക്ക് കുറച്ചു നേരം കരിയർ കൗൺസിലിംഗ് പറഞ്ഞു കൊടുത്തിട്ട് കോൾ അവസാനം. ഞാൻ പറഞ്ഞു അവനോട് ഞാൻ സംസാരിക്കുന്നില്ല, കാരണം അവൻ റൈറ്റ് പാത്തിലാണ് പോകുന്നത്. ഇവിടെ ശ്രദ്ധിക്കുക, UPSC പോലെയുള്ള ആഗ്രഹമുള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ എനിക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യം, എനിക്കൊരു ജില്ലയെ മൊത്തം നല്ലൊരു IAS കളക്ടർ ആവാനൊക്കെ സാധിക്കുമായിരിക്കും. പക്ഷെ അതിൻ്റെ പിന്നിൽ മണിക്കൂറുകളോളം റിപ്പോർട്ടുകൾ ഇരുന്ന് വായിച്ച് പഠിച്ച് വളരെ കൃത്യമായി നോട്ടുണ്ടാക്കി പോകുന്ന വർഷങ്ങളോളം എടുത്ത് അങ്ങനെ മണിക്കൂറുകൾ ഇരുന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച് പഠിക്കാനുള്ള ആ ഇൻട്രസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കേവലം IASകാരെ കണ്ടിട്ട് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് തോന്നിയേക്കാം. പക്ഷെ നിങ്ങൾക്ക് അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ മറഞ്ഞു കിടക്കുന്ന ചില ഇൻട്രസ്റ്റുകളുടെ അകത്ത് ചില പാറ്റേൺസ് ഉണ്ട്, ആവർത്തിച്ച് വരുന്ന ചില പാറ്റേൺസ് ഉണ്ട്. ഈ പാറ്റേൺ മനസ്സിലാക്കണം. ഞാൻ അതിനെ വളരെ പ്രാക്ടിക്കലായിട്ടൊരു ടിപ്പ് പറഞ്ഞുതരാം. കേൾക്കുന്ന ജൻസി പിള്ളേരോടാണ്. നിങ്ങൾ നിങ്ങളുടെ യൂട്യൂബ് ഹിസ്റ്ററി എടുക്കുക, ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾ നിങ്ങൾ സേവ് ചെയ്ത് വെച്ച പോസ്റ്റുകൾ എടുക്കുക, നിങ്ങളുടെ സ്പോട്ടിഫൈയിലെ പ്ലേലിസ്റ്റുകൾ എടുക്കുക. കഴിഞ്ഞൊരു എത്രത്തോളം പുറകോട്ട് പോകാം അത്രത്തോളം പുറകോട്ട് പോവുക. എന്നിട്ട് അതെല്ലാം സൂക്ഷ്മമായിട്ടൊന്ന് പരിശോധിക്കുക. ആരെയും കാണിക്കാനല്ല, നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ കാണിക്കാനാണ്. നിങ്ങൾ എന്നിട്ട് ആ ഹിസ്റ്ററിയൊക്കെ നോക്കിയിട്ട് നിങ്ങൾ കാണുന്ന വീഡിയോ, നിങ്ങൾ കാണുന്ന പോസ്റ്റുകൾ, നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള പോസ്റ്റുകൾ, നിങ്ങൾ ആൾക്കാർക്ക് ഷെയർ ചെയ്യുന്നത്, ഇതെല്ലാം ഒന്ന് സൂക്ഷ്മ പരിശോധന നടത്തിയിട്ട് ഒരു 3 വാക്കുകൾ അതിൽ നിന്നും എഴുതുക. ആവർത്തിച്ച് വരുന്ന ചില പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഒരു പക്ഷേ ചിലവരുടെ യൂട്യൂബ് ഫീഡ് എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നിരന്തരമായി എന്താ പറയുന്നത് വാഹനങ്ങളുമായി ബന്ധപ്പെട്ടായിരിക്കും അവരുടെ. അതിന്റെ അർത്ഥം നിങ്ങൾ നാളെ പോയി ഒരു വാഹന ഡീലർ ആവണമെന്നല്ല. പക്ഷെ അതിൽ നിങ്ങളെ അതിൽ എന്താ ത്രസിപ്പിക്കുന്നത്, നിങ്ങൾക്ക് അതിൽ എന്ത് ഇൻട്രസ്റ്റ് ആണുള്ളത്, ഇൻട്രസ്റ്റ് മനസ്സിലാക്കാനുള്ള സൂചകം ഞാൻ പറഞ്ഞുതരാം.
കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മളെക്കാൾ നമ്മളെ അറിയുന്ന നമ്മുടെ കയ്യിലുള്ള ഫോണിനാന്ന് എനിക്ക് ചില സമയത്ത് തോന്നാറുണ്ട്. അവരിങ്ങോട്ട് ചോദിക്കും നിങ്ങൾ ഉദ്ദേശിച്ചതാണോ എന്നൊക്കെ ഇങ്ങോട്ട് ചോദിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു എക്സസൈസ് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, യൂട്യൂബിലോ ഇൻസ്റ്റഗ്രാമിലോ നിങ്ങൾ ഉപയോഗിക്കുന്ന സോഷ്യൽ മീഡിയ ഹാൻഡിലുകളുടെ ഹിസ്റ്ററി പരിശോധിച്ചിട്ട് അതിൽ ആവർത്തിച്ച് വരുന്ന ചില പാറ്റേൺ ഉണ്ടോ, അതിൽ നിന്ന് നിങ്ങളുടെ ഇൻട്രസ്റ്റുകളെ പറ്റി, നിങ്ങളുടെ താല്പര്യങ്ങളെ പറ്റിയുള്ള ചില ഇൻഡിക്കേറ്റേഴ്സ് കിട്ടും, ചില സൂചകങ്ങൾ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ എനിക്ക് ഈ എന്താ പറയുക നന്നായി സംസാരിക്കുന്ന ചില ആളുകളുടെ വീഡിയോസ് ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇതിൽ താല്പര്യങ്ങളുണ്ട്. അല്ല നേച്ചറുമായി ബന്ധപ്പെട്ട് ചില വാക്കുകൾ നിങ്ങൾക്ക് എഴുതാമോ? ഇപ്പം കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ജസ്റ്റിസ്, നിങ്ങൾ ഒരു പക്ഷെ ചിന്തിക്കുന്ന വളരെ ക്രിട്ടിക്കലായിട്ട് സംസാരിക്കുന്ന ചില ചിന്തകന്മാരുടെ ടോക്കുകളും അത്തരം റീൽസും അത്തരം നിങ്ങൾ ലൈക്ക് ചെയ്തിട്ടൊക്കെ ഉള്ള അത്തരം കോണ്ടന്റുകളാണോ? ഒരു പക്ഷെ നിങ്ങൾ ചിന്തിക്കുക. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, പിന്നെയും നിങ്ങൾ ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് കോയിൻസിഡൻസ്, ഇറ്റ് ഈസ് സ്പീക്കിംഗ് സംതിങ് അബൌട്ട് യു. കാരണം ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് കാണുന്നൊരു കാര്യമായിരിക്കില്ല ഭാഗ്യലക്ഷ്മി മാം കാണുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും വ്യത്യസ്തരാണ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യത്തിലേക്ക് പിന്നെയും തിരിച്ചു പോകുന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് ബിഹൈൻഡ് ഇറ്റ്. അത് നിങ്ങളുടെ ഇൻട്രസ്റ്റിനെ കാണിക്കുന്ന ഒരു സൂചകമാണ്. അതാണ് മൊത്തത്തിൽ ഓക്കെ യൂട്യൂബ് ഹിസ്റ്ററിയിൽ കാണുന്നതാണ് നിന്റെ ജീവിതം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങളെപ്പറ്റി ചിന്തിക്കാനുള്ള ഒരു ഹിന്റ് അത് തരുന്നുണ്ട്. ആ ഹിന്റ് പതുക്കെ പിടിച്ച് കയറി നിങ്ങൾ തന്നെ ചിന്തിക്കുക, അത് ആക്ച്വലി എനിക്ക് ഇഷ്ടമുള്ളതാണോ? യാ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഈ പാറ്റേൺസ് കണ്ടുപിടിക്കാൻ നമ്മുടെ വാച്ച് ഹിസ്റ്ററി നോക്കിയാൽ മതി. അതെ. അപ്പൊ ഈ കരിയർ എന്ന് പറയുന്നത് ഒരു 4 കഷ്ണങ്ങളുള്ള ഒരു പസിലാണെന്ന് സാറ് പറഞ്ഞു. അപ്പൊ നമ്മൾ ഇൻട്രസ്റ്റിനെ പറ്റിയാണ് അതിൽ പറഞ്ഞത്. അതേക്കുറിച്ച് ഇനി കൂടുതൽ എന്തെങ്കിലും സൂചിപ്പിക്കാനുണ്ടോ? അത് പറഞ്ഞപ്പോഴാണ് അതെ ഒരു വളരെ രസകരമായ ഒരു പസിലാണ്. ഇപ്പം മാം പറഞ്ഞ പോലെ ഇൻട്രസ്റ്റ്, പേഴ്സണാലിറ്റി, സ്കിൽ, വാല്യൂസ്. അതിൽ ഇൻട്രസ്റ്റിനെ പറ്റിയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അവിടെയാണ് ഞാൻ ഒരു പ്രാക്ടിക്കൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് തന്നത്. വാച്ച് ഹിസ്റ്ററി ഒക്കെ നോക്കി നിങ്ങളുടെ ഒരു ഇൻട്രസ്റ്റിന്റെ പാറ്റേൺ മനസ്സിലാക്കിയെടുക്കുക. അല്ല കുറച്ചും കൂടെ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു ഹെൽപ്പിംഗ് പോയിന്റർ പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും ഗൂഗിളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. ഗൂഗിളിൽ പോയിട്ട് ഹോളണ്ടിന്റെ റെയ്സെക് RIACSEC റെയ്സെക് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. വെറുതെ നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ നിങ്ങളുടെ റെയ്സെക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. എന്താണ് ഈ റെയ്സെക് ടെസ്റ്റ്? ആൾക്കാരുടെ ഇൻട്രസ്റ്റുകളെ ഒരു 6 ലെവലുകളായിട്ട് ഇദ്ദേഹം ഒരു വലിയ അറിയപ്പെട്ടൊരു മനഃശാസ്ത്രജ്ഞനും ആണ്. അദ്ദേഹം ഒരു റെയ്സെക് ടെസ്റ്റ് നിങ്ങൾ തന്നെ ചെയ്തു നോക്കുക. അദ്ദേഹം അതിൽ 6 ലെവൽ പറയുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ലെവൽ ഈ റിയലിസ്റ്റിക് എന്ന ആളുകൾ, നമുക്ക് റിയലിസം ഇഷ്ടപ്പെടുന്നവർ, അല്ലെങ്കിൽ എന്താ പറയുക അവർക്ക് ഈ തിയറിനേക്കാളും കുറച്ചും കൂടെ നേരിട്ട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ. അപ്പോൾ അതിലൊരു 10-42 ചോദ്യങ്ങളുണ്ട്. നിങ്ങൾക്ക് ഇതിന് വെറുതെ ടിക്ക് ചെയ്ത് പോയാൽ മതി. ആ ടിക്ക് ചെയ്ത് പോയി സബ്മിറ്റ് ചെയ്താൽ നിങ്ങൾ അതിൽ ഏത് ലെവലിലാണ് നിൽക്കുന്നതെന്ന് അവർ പറഞ്ഞു തരും. നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ ചുമ്മാ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻട്രസ്റ്റ് ഇൻവെന്ററി ആണത്. അപ്പോൾ അതിലെ ഒരു 6 തട്ടണം. ഒന്ന് റിയലിസ്റ്റിക്. അപ്പം റിയലിസ്റ്റിക്കിലാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഈ എന്താ പറയുക, ഇപ്പം ഒരു പക്ഷേ ചെറുപ്പം മുതൽ നിങ്ങൾക്ക് ഈ കേടായ ഫാനൊക്കെ ശരിയാക്കുക, മോട്ടർ, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾ, വണ്ടികളോട് കമ്പമുള്ളവർ, അല്ലെങ്കിൽ ചെടികളും കൃഷികളും, അതായത് എനിക്ക് ഈ കേട്ടോണ്ടിരിക്കേണ്ട, എനിക്ക് എന്തെങ്കിലും ചെയ്യണം, അതാണ് റിയലിസ്റ്റിക് ആയ ആളുകൾ. ഇപ്പം അങ്ങനെയുള്ളവർക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പം എഞ്ചിനീയറിംഗ്, അഗ്രികൾച്ചർ, ഫോട്ടോഗ്രാഫി, സ്പോർട്സ് സയൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് അതിൽ തന്നെ കരിയർ സാധ്യതകളൊക്കെ വരും. ഗൂഗിളിൽ ചുമ്മാ അടിച്ചാൽ നിങ്ങൾക്ക് ഈ ടെസ്റ്റ് തന്നെ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ രണ്ടാമത്തെ അവർ പറയുന്ന ഒരു തട്ടാണ് ഇൻവെസ്റ്റിഗേറ്റീവ്, ചിന്തിക്കാൻ ഇഷ്ടമുള്ളവർ. അവരെ സംബന്ധിച്ചിടത്തോളം എന്താ പറയുക, അവർക്ക് ആഴത്തിൽ പഠിക്കണം. എന്തൊരു കാര്യം കേട്ടോ ഉടനെ തന്നെ വിക്കിപീഡിയ പോകും, ഉടനെ തന്നെ ഗൂഗിൾ ചെയ്യും, അതിനെപ്പറ്റി വായിക്കണം. ഇങ്ങനെ ഒരു ആർട്ടിക്കിൾ വന്നോ, ഞാൻ നോക്കട്ടെ. അപ്പൊ എന്നിട്ട് പിന്നെ അവർ അതിനെപ്പറ്റി വായന നടത്തും. അത് കാണിക്കുന്നത്, അത് ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടരെ പോലെയല്ല. അവർക്ക് ഈ വായിച്ചുകൊണ്ടിരിക്കാൻ താല്പര്യമില്ല, അവർക്ക് എന്തെങ്കിലും പോയി ചെയ്യണം. അപ്പോൾ ഒരു പക്ഷേ എന്താ പറയുക, നിങ്ങളൊരു സിനിമ കണ്ടാൽ എന്നാലും പോയി അതിൻ്റെ തിരക്കഥാകൃത്തിൻ്റെ ഇൻ്റർവ്യൂ കാണുക, അതിനെപ്പറ്റി ഗൂഗിൾ ചെയ്യുക, ഇതിൽ വന്ന ആ സിനിമയെ പറ്റിയുള്ള റിവ്യൂവിൻ്റെ ഡീറ്റെയിൽ റിപ്പോർട്ട് ഇരുന്ന് വായിക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് റിസർച്ചോ അല്ലെങ്കിൽ ഈ പറഞ്ഞുള്ള ഫോറൻസിക് സയൻസ്, സൈക്കോളജി, അല്ലെങ്കിൽ ഡാറ്റ അനലിറ്റിക്സ്, ഇതൊക്കെ ഇഷ്ടമുള്ളവരെന്നാണ് അതിൻ്റെ ഒരു ഇൻട്രസ്റ്റ്, അതിനൊരു സൂചകം. അല്ലെങ്കിൽ അവർ മൂന്നാമത്തെ തട്ടായിട്ട് പറയുന്നതാണ് ആർട്ടിസ്റ്റിക്, എന്തെങ്കിലും പുതുതായിട്ട് സൃഷ്ടിക്കാൻ ഇഷ്ടമുള്ളവർ. ഇപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് ഭയങ്കര സർഗാത്മകത ഭയങ്കര കൂടുതലായിരിക്കും. അവർ ഭാവന കാണാൻ ഇഷ്ടപ്പെടുന്നവരാണ്. അല്ലെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ ഒരു ഡിസൈനിങ് ചെയ്യാനും ഇൻസ്റ്റാഗ്രാമിലൊക്കെ വ്യത്യസ്തമായ ചില റീൽസൊക്കെ അവരിടുന്ന കാണാം. ഇങ്ങനെയുള്ള, അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ ഇന്നത്തെ കാലത്ത് വളരെ സ്കോപ്പുള്ള എന്ന് പറയപ്പെടുന്ന ഒരു ഏരിയയാണ് ഈ UI UX, ആനിമേഷൻ, ഫാഷൻ ഡിസൈനിങ്. ഇതിനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടെന്നാണ് ശ്രദ്ധിക്കുക. 4 ഭാഗങ്ങളുള്ളൊരു പസിലാണ് കരിയർ ഫിറ്റ്. അതിൽ ഒന്നാമത്തെ മാത്രമേ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളൂ. ആ ഇൻട്രസ്റ്റിനെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനാണ് ഞാൻ ഈ ടൂളിന്റെ കാര്യം പറഞ്ഞത്. RIASEC റെയ്സെക്, ഹോളണ്ടിന്റെ. 4 സോഷ്യൽ, സഹായിക്കാൻ ഇഷ്ടപ്പെടുന്നവർ. ഇപ്പൊ ഇവർക്ക്
ഈ പറഞ്ഞ റൂമിലിരിക്കാനും റിസർച്ച് ചെയ്യാനും പുതിയതുണ്ടാക്കാനൊന്നുമില്ല. ഇവർക്ക് പുറത്തിറങ്ങിയ ആൾക്കാരുമായി ഡീൽ ചെയ്ത് അല്ലേ നമ്മളൊക്കെ ഈ ആൾക്കാരുമായിട്ട് ഇടപഴകാനും അവരെ പഠിപ്പിക്കാൻ അവരെ സഹായിക്കാൻ. ഇപ്പം ഒരു എന്താ പറയുക, ഒരു പക്ഷേ ഒരു പ്രശ്നമായിട്ട് വരുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരുടെ പ്രശ്നങ്ങളൊക്കെ കേട്ട് അതിനൊക്കെ ഒരു സൊല്യൂഷൻ കൊടുക്കാനും അങ്ങനെയൊക്കെയാണ് അവർക്ക് ഇഷ്ടം. അവർക്ക് എപ്പോഴും ദേ ആർ എ സോഷ്യൽ പേഴ്സൺ. അപ്പം അവരുടെ ഇൻട്രസ്റ്റുകൾ എപ്പോഴും ആ തരത്തിലായിരിക്കും ഉണ്ടാവുക. 5 എന്റർപ്രൈസിങ്, പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഇഷ്ടമുള്ള ആളുകൾ. അപ്പോൾ അവർക്ക് ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുപാട് കുറച്ചും കൂടെ അവർക്ക് സ്യൂട്ടാവുക. എന്താ പറയുക, ഒരു പുതിയ കാര്യങ്ങൾ എന്തെങ്കിലും കോർഡിനേറ്റ് ചെയ്യണം, ഒരു നേതൃത്വം കൊടുക്കും, ഒരു പുതിയ ബിസിനസ് ഐഡിയ, ഒരു സ്റ്റാർട്ടപ്പ് ഐഡിയ ഒക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നാളെ തന്നെ പോയി പെട്ടെന്ന് പോയി ഒരു സ്റ്റാർട്ടപ്പ് ചെയ്യണമെന്നല്ല. ഇത് ഇൻട്രസ്റ്റ് മാത്രമാണ്. നിങ്ങൾക്ക് നോളജ് വേണം, സ്കില്ല് വേണം, എല്ലാം വേണം. പക്ഷേ ദാറ്റ് സ്പീക്ക് സംതിങ് അബൌട്ട് യു. ആൻഡ് ലാസ്റ്റ് വൺ കൺവെൻഷണൽ എന്ന് പറഞ്ഞാൽ ഈ വളരെ ഓർഗനൈസ്ഡ് ആയ ചില ജോലികൾ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ട്. ഇപ്പം കമ്പ്യൂട്ടർ ഫോൾഡർ എടുത്ത് കൃത്യമായി ഫോൾഡർ തിരിച്ച് ഓരോ ഫയലിലും കൃത്യമായി പേരൊക്കെ ഇട്ട് ഓരോ ഫയലിലും കളറൊക്കെ കൊടുത്ത്, പണ്ടത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഇങ്ങനെ ഫയലൊക്കെ കൃത്യം അടുക്കി വയ്ക്കും. അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ പോലെ അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കൃത്യമായ സിസ്റ്റത്തിൽ ചെയ്യാൻ, ഓർഡറിൽ ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ട്. അപ്പോൾ അത് കൺവെൻഷണൽ ജോലികൾ, പരമ്പരാഗത ജോലികൾ ഒക്കെ അവർക്ക് അങ്ങനെയുള്ള ആളുകൾക്ക്, ബാങ്കിങ് മേഖലയിൽ, ലോജിസ്റ്റിക് മേഖലകളൊക്കെ അവർക്ക് ഇഷ്ടപ്പെടും. അപ്പം ഇത് നിങ്ങളിൽ ഈ 6 എണ്ണം ഞാൻ പറഞ്ഞതിൽ കൃത്യമായി ഓരണമെന്നല്ല, ചിലപ്പോൾ 1, 2, 3 നിങ്ങൾക്ക് കുറച്ചും കൂടെ കൂടുതൽ സ്കോർ നിങ്ങൾക്ക് നേടിയേക്കാം. ഗൂഗിളിൽ പോയി RIASEC റീസെക് ടെസ്റ്റ് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാം, നിങ്ങളുടെ സ്കോർ നിങ്ങൾക്ക് മനസ്സിലാക്കാം. എഗെയിൻ ഞാൻ പറയുന്നു, ഇത് എന്താ പറയുക, ഹൊറോസ്കോപ്പോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ ജീവിതം എന്ന് പറയുന്നതല്ല. ഇതൊക്കെ ചിന്തിപ്പിക്കാൻ നിങ്ങളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ പറ്റി ചിന്തിപ്പിക്കാനുള്ള ചില സൂചകങ്ങൾ മാത്രമാണ്. അപ്പൊ ഇതാണ് ഇൻട്രസ്റ്റ് എനിക്ക് പറയാനുള്ളത്. ഇനി മറ്റു 3 കാര്യങ്ങളുണ്ടല്ലോ, അതേക്കുറിച്ച് കൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാം. തീർച്ചയായിട്ടും. രണ്ടാമത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ് ട്വിസ്റ്റ്? ഞാനും ഭാഗ്യലക്ഷ്മി മാമും ഞങ്ങൾക്ക് 2 പേർക്കും ഇൻട്രസ്റ്റ് സെയിമാന്ന് വിചാരിക്കാം. ഒരു പക്ഷെ നമ്മളിങ്ങനെ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ ഇൻട്രസ്റ്റ് ആണെന്ന് വിചാരിക്കാം. പക്ഷെ 2 പേരുടെയും ഇൻട്രസ്റ്റ് സെയിം ആണെങ്കിലും നമ്മുടെ ആ 2 ഇൻട്രസ്റ്റുകൾ സെയിമായ മാത്രം പോരാ, ആ ഇൻട്രസ്റ്റ് ഉള്ള കാര്യം ചെയ്യാനുള്ള ഒരു വ്യക്തി സവിശേഷതയും കൂടെ എത്രത്തോളം ഉണ്ടെന്നും കൂടെ ടെസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് A എന്നും B എന്നുള്ള 2 കൂട്ടുകാർ, അവർ 2 പേരുടെ കാര്യത്തിൽ ഇൻട്രസ്റ്റ്, പക്ഷെ 2 പേരുടെ വ്യക്തിത്വം വളരെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ ഒരു പക്ഷേ എന്താ പറയുക, നമ്മൾ സാധാരണ ഇങ്ങനെ പറയാറുണ്ട്, ഞാനൊരു ഇൻട്രോവേർട്ടാണ് അല്ലെങ്കിൽ നീ ഒരു എക്സ്ട്രോവേർട്ടാണ്. ഇതൊക്കെ നമ്മൾ സ്ഥിരം ഇന്നത്തെ കാലത്ത് ഉപയോഗിക്കുന്ന ഒരു ടേമാണ്. ഒരു കാര്യം ഞങ്ങൾ ആദ്യമേ പറയട്ടെ, നമ്മൾ പ്രത്യേകിച്ച് സൈക്കോളജി, മനഃശാസ്ത്രത്തിലൊക്കെ നമ്മൾ പറയുന്നൊരു കാര്യം, അങ്ങനെ ഒരാളെ ചാപ്പ് കുത്താനാവട്ടെ നമ്മളെല്ലാവരും അങ്ങനെ ഒരു പർട്ടിക്കുലർ ലെവലിൻ്റെ അകത്ത് പെടുത്തരുത് എന്നുള്ളതാണ്. നമ്മളെല്ലാം ചില സമയങ്ങളിൽ വളരെ വ്യത്യസ്തമായ വ്യക്തിത്വ സവിശേഷതകൾ കാണിക്കുന്നവരാണ്. ഇതൊരു 1 സ്റ്റോപ്പ് ഒന്നുമല്ല, നമ്മൾ മാറി വരുമൊക്കെ ഇടയാവും. നിങ്ങൾ നോക്കിയാൽ മതി, ഒരുപക്ഷെ നിങ്ങളുടെ പേരൻസിനോടോ നാട്ടിലുള്ള ചില ആളുകളോടൊക്കെ ചോദിച്ചാൽ അറിയാം, ഒരു പക്ഷേ അവരെ കൊണ്ടൊന്നും ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് ചിന്തിച്ച ചില കാര്യങ്ങൾ ഇന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു നേതൃത്വ പാഠം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അങ്ങനെ ആളുകളോട് സംസാരിക്കുന്ന ഒരാളല്ല, പക്ഷെ ഇന്നൊരു പക്ഷേ ആയിരക്കണക്കിന് ആളുകളോടായിരിക്കും അവർ സംസാരിക്കുന്നുണ്ടാവുക. നിങ്ങൾ നിങ്ങളെ തന്നെ കൂടുതൽ ലെവൽ ചെയ്യരുത്. ഞാൻ പേഴ്സണാലിറ്റീനെ പറ്റി പറയുമ്പം, പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ വ്യക്തിത്വം, അല്ലെങ്കിൽ നമ്മുടെ ഒരു നാച്ചുറൽ പ്രീഡിസ്പോസിഷൻ. നമുക്ക് ഒരു ഉദാഹരണത്തിന്, എനിക്ക് റൂമിൽ തന്നെ ഇരുന്ന് കാര്യങ്ങൾ ചെയ്യാൻ വലിയ കുഴപ്പമൊന്നുമില്ല, ഞാൻ അങ്ങനെ ഇരിക്കും, മണിക്കൂറുകൾ ഇരിക്കും. പക്ഷെ വേറൊരു വ്യക്തിക്ക് അതേ സംബന്ധിച്ചിടത്തോളം, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല, ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് എനിക്ക് പുറത്തിറങ്ങണം, എനിക്ക് 4 പേരെ കാണണം. ഇത് നിങ്ങളുടെ വ്യക്തിത്വത്തെ പറ്റി സംസാരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. കാരണം അവർ പേഴ്സണാലിറ്റി ഇസ് ഇമ്പോർട്ടൻറ്റ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ് ഷുഡൻറ്റ് ബി യൂസ് ഫോർ ലേബലിംഗ്. ഇന്നത്തെ കാലത്ത് നമ്മൾ സോഷ്യൽ മീഡിയയുടെ ഒരു അതിപ്രസരം കാരണം ഉണ്ടായൊരു കാര്യമാണ്, ഞാൻ എന്നെ തന്നെ ഒരു ലേബലിംഗ് ഇട്ട് കഴിഞ്ഞു, ഞാൻ ഇൻട്രോവേർട്ടാണ്, അല്ലെങ്കിൽ എന്നിൽ ഓട്ടിസ്റ്റിക്കായ, നമ്മൾ സെൽഫ് ഡയഗ്നോസിസ് ഒക്കെ തുടങ്ങി. ഇന്നാളുകൾ അവരിൽ തന്നെ മനഃശാസ്ത്രപരമായ എന്തെങ്കിലുമൊക്കെ അറിവ് നേടിയെടുത്തിട്ട് നമ്മളെ തന്നെ ഡയഗ്നോസ് ചെയ്യാണ്, ഞാൻ ഇന്നൊരു വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. ഒരിക്കലും അത് പറയാനാവട്ടെ, ജീവിതം ഇനിയും ബാക്കി കിടക്കുന്നുണ്ട്. ലൈഫ് നിങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ള സർപ്രൈസുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾക്ക് ആർക്കും പറയാൻ പറ്റത്തില്ല. നമ്മളൊന്ന് വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്തേക്കുള്ള ചില ഉത്തരവാദിത്തങ്ങളോ ചില പ്രത്യേകമായ ദൗത്യങ്ങളോ നമ്മുടെ മുന്നിൽ വന്നേക്കാം. ഇൻട്രസ്റ്റ് നമ്മൾ പറയും, എന്നാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഇത്തരം പ്രവണതകളെ, പേഴ്സണാലിറ്റി ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മുടെ ചില രീതികളുണ്ട് ചില കാര്യങ്ങൾ ചെയ്യുന്നതിന്. ചിലർ വളരെ അനലിറ്റിക്കലി ചിന്തിക്കുന്നവരാണ്, അല്ലെങ്കിൽ എന്നാൽ മറ്റു ചിലർ ചില സർഗാത്മകമായിട്ട് ചിന്തിക്കുമ്പോൾ മറ്റു ചിലർ വളരെ എന്താ പറയുക, വളരെ ക്രിട്ടിക്കലായിട്ട് ചിന്തിക്കുന്നവരാണ്. ഈ ചിന്താരീതി, പ്രവർത്തന രീതി, ഇതിനെയൊക്കെ നമ്മൾ പേഴ്സണാലിറ്റി എന്ന് വിളിക്കുന്നത്. ചില ജോലികൾക്ക് വേണ്ട ചില പേഴ്സണാലിറ്റി ടൈപ്പുകളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്.
ചിലർ വളരെ ഓർഡറിന് പ്രാധാന്യം കൊടുക്കുന്നു. അവർക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ കാണണം. അത് കണ്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ് അല്ലേ. നമ്മൾ ഈ ഞാൻ OCD ആന്നൊക്കെ എന്നിട്ട് എല്ലാവരും അങ്ങ് പറയും എനിക്ക് വൃത്തി വേണം, ഇനി ചിട്ട വേണം. അപ്പോൾ അതിൻ്റെ അർത്ഥം നിങ്ങൾ OCD കാരനാണെന്നല്ല. ഞാൻ അതിലേക്ക് ആ വിഷയം പോകുന്നില്ല, അതെല്ലാം നമ്മുടെ ഇന്നത്തെ ഡിസ്കഷൻ ആയതുകൊണ്ട്. എന്നാൽ ഇത്തരം ചില ആവർത്തിച്ച് വരുന്ന പ്രവണതകളെ തിരിച്ചറിയാണെങ്കിൽ അത് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കെങ്കിൽ അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരു കാര്യമാണ് ഞാൻ ആഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അറ്റ് ദ സെയിം ടൈം കൂടുതൽ നിങ്ങളെ തന്നെ എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റില്ല, ഞാൻ ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തി പറഞ്ഞു അയ്യോ എനിക്ക് റൂമിൽ ഇരിക്കാനേ പറ്റത്തില്ല, എനിക്ക് എപ്പോഴും ആൾക്കാർ വേണം, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളെപ്പോലെയൊന്നുമല്ല, ഞാൻ ഭയങ്കര ഡിഫറെന്റ് പേഴ്സണാലിറ്റിയാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ തന്നെ ഒരു ചട്ടക്കൂട്ടിലിട്ട് ഞാൻ ഇങ്ങനെയാണെന്ന് ഞാനിത് എടുത്തു പറയാനുള്ളൊരു കാരണം അവളിന്ന് പേഴ്സണാലിറ്റിനെ പറ്റി സംസാരിക്കുമ്പം സോഷ്യൽ മീഡിയയിൽ നിന്ന് ഭയങ്കരമായി ലേബലിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഒരുപക്ഷെ നിങ്ങളോട് ഒരുപക്ഷെ എന്താ പറയുക, നിങ്ങളുടെ പേരൻസോ സോറി ഇട്ടിട്ടല്ല, അല്ലെങ്കിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾക്കാരെ നിങ്ങളെ വിളിക്കി അവനെ കൊണ്ടൊന്നും ഒരു ലീഡർ ആവാൻ, ആ ജോലിക്കൊന്നും അവനെ കൊണ്ട് കൊള്ളില്ല എന്നൊരു പക്ഷെ ആളുകളും നിങ്ങളെ ചാപ്പ് കുത്തിയിട്ടുണ്ടാകാം, നിങ്ങളെ ലേബൽ ചെയ്തിട്ടുണ്ടാകാം. അതൊക്കെ അങ്ങ് ഉള്ളിലേക്ക് എടുക്കാൻ വരട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേഴ്സണാലിറ്റിയും ഈ കരിയർ ഫിറ്റിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇൻട്രസ്റ്റ് പോലെ അടുത്തൊരു ഭാഗമാണ് പേഴ്സണാലിറ്റിയിലേക്ക് വരുന്നത്. സാർ, ഇപ്പൊ നമ്മുടെ കൂടെ പഠിച്ചവരാണെങ്കിലും നമ്മുടെ നാട്ടിലെ പല ആളുകളെയാണെങ്കിലും നമുക്കറിയാം, ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഒട്ടനവധി കഴിവുകളുള്ള ആളുകളായിരിക്കും. പക്ഷെ ലൈഫിൽ അവരെവിടെയും എത്തിപ്പെടാൻ പറ്റാതെ പോയ ആളുകളാണ്. എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്? അതെ, അത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതിൽ ഒരു കാര്യം പറയട്ടെ, ലൈഫിൽ എവിടെയും എത്തിപ്പെടാൻ പറ്റാതെ പോയതെന്ന് പറഞ്ഞ കാര്യം ഒരുപക്ഷെ നമ്മുടെ കണ്ണിലായിരിക്കാം. നമ്മളും അങ്ങനെ പലരെ പറ്റി ചിന്തിക്കാറുണ്ട്. ആക്ച്വലി അവരോട് തന്നെ ചോദിക്കണം, നിങ്ങൾ തൃപ്തരാണോ എന്നുള്ളതാണ് ഇതിന്റെ ഒരു മെഷർ. ഒരിക്കലും ഒരു എക്സ്റ്റേണൽ സ്റ്റാൻഡേർഡില് നമ്മളൊരു പക്ഷേ നന്നായി പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്, അവനൊരു പക്ഷെ ഇന്നൊരു കർഷകനായിട്ട് കഴിയുന്നെങ്കിൽ അതിന്റെ അർത്ഥം അതൊരു തോൽവിയെന്നല്ല. അവൻ്റെ അടുത്ത് പോയി ചോദിക്കാൻ ഏറ്റവും സന്തോഷത്തോടെ ഞാൻ ചെയ്യുന്ന ജോലിയാണെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ വിജയം. അതേസമയം ഇല്ല, എനിക്കൊരു തൃപ്തിയില്ല, ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു നടന്ന ഒരാളാണ്, ഇന്ന് ഞാൻ നിൽക്കുന്നത് കണ്ടില്ലേ, ഇങ്ങനെയായി പോയില്ലെന്ന് പറഞ്ഞാൽ then there is a scope for help. അവിടെ നമ്മൾ എന്തെങ്കിലും ആളുകളെ സഹായിക്കണം. അല്ലെങ്കിൽ ഇനി വരുന്ന നെക്സ്റ്റ് ജനറേഷനോട് ഞങ്ങൾക്ക് പറയാനുള്ള, സമൂഹത്തിലെ പല ആൾക്കാർ ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം കഴിവില്ലാത്തതുകൊണ്ടല്ല, സ്കില്ലില്ലാത്തതുകൊണ്ടല്ല, താല്പര്യങ്ങളില്ലാത്തതുകൊണ്ടല്ല, സ്വപ്നങ്ങൾ കാണാതിരുന്നുകൊണ്ടല്ല, എവിടെയൊക്കെയോ ഞാൻ നേരത്തെ പറഞ്ഞ പേഴ്സണാലിറ്റിയിലേക്ക് പിന്നെയും തിരിച്ചു വരികയാണ്. നമ്മളെ ചില മുദ്രകുത്തലുകൾ, അല്ലെങ്കിൽ അവനോ ഒരു രണ്ട് കാര്യം അവനെ കൊണ്ട് ഉത്തരവാദിത്തത്തോട് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല, അവനാ ഇപ്പം വലിയ കമ്പനി തുടങ്ങാൻ പോകുന്നത്, എവിടെ നിന്നെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടൂല എന്നൊരു പക്ഷെ നമ്മുടെ ഏർലി ചൈൽഡ്ഹുഡിലൊക്കെ കേട്ട ചില വാക്കുകൾ ഒരു പക്ഷെ ലേവലിംഗ് ആയിട്ടോ അതൊരു വലിയൊരു എന്താ പറയുക, എവിടേക്കോ അത് നമ്മുടെ ജീവിതം തീരുമാനിക്കുന്ന ഒരു ഘട്ടത്തിലേക്കൊക്കെ മാറിപ്പോകുന്നു. എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ ലൈഫിന്റെ ഫസ്റ്റ് ഡ്രാഫ്റ്റ് അല്ല നിങ്ങളുടെ ലൈഫിനെ തീരുമാനിക്കും. നമ്മളൊക്കെ ഒരു ആർട്ടിക്കിളൊക്കെ എഴുതിയ ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതും, പിന്നീട് നമ്മൾ ഒരുപാട് എഡിറ്റ് വരുത്തും അതിൽ. ജീവിതം അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് എപ്പോഴും ഓർക്കുക, അതിൽ മാത്രം ഒതുങ്ങിക്കൂടണ്ട, അയ്യോ ഞാനൊരു ഇൻട്രോവേർട്ടായി പോയി, ഞാൻ ഈ തരക്കാരനാണ്, അങ്ങനെ അതിൽ ഒതുങ്ങിക്കൂടേണ്ടവരല്ല. ഒരു പക്ഷേ ലൈഫിലൊന്നും എവിടെയും, ഇപ്പൊ നേരത്തെ മാം പറഞ്ഞതിനോട് ഞാൻ മറ്റൊരു ആംഗിൾ ചിന്തിക്കാം, ഇവനൊന്നും എവിടെ എത്തിപ്പെടില്ല എന്ന് ചിന്തിച്ചവരാണ് ഇന്ന് പല സ്ട്രാറ്റജിക് പൊസിഷനിൽ ഇന്നിരിക്കുന്നത് അല്ലേ. അതൊരു ജീവിതത്തിന്റെ, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചില സർപ്രൈസുകൾ എപ്പോഴും ലൈഫിൽ നമ്മൾ കാത്തിരിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഉത്തരവാദിത്വം, ഞാൻ ഈ പേഴ്സണാലിറ്റി എന്ന ഭാഗം കൊണ്ട് ശ്രോതാക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, ഞാൻ ഏത് ലേബലാണ്, ഞാനൊരു ഇൻട്രോവേർട്ടാണോ എക്സ്ട്രോവേർട്ടാണോ എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ ഏത് ഘട്ടത്തിലാണ് എനിക്ക് കുറച്ചും കൂടെ ഫ്ലറിഷിംഗ് ആയിട്ട്, കുറച്ചും കൂടെ ഒരു ജീവസുറ്റമായി പ്രവർത്തിക്കാൻ എന്നെ പ്രേരിപ്പിക്കുന്നത്, ഞാൻ ഏത് സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ന്യൂസ് റൂമിൽ ഇരുന്ന് ഒരുപാട് ശബ്ദം കോലാഹലങ്ങളുടെ ഇടയ്ക്ക് നിന്ന് ആശയവിനിമയം നടത്തുന്ന നിങ്ങൾ കംഫർട്ടബിൾ ആണോ, അതോ എനിക്കൊരു റൂം തന്നാൽ ഞാൻ അവിടെ സൈലന്റ് ആയിട്ടിരുന്നു, മറ്റ് ഡിസ്ട്രാക്ഷൻ ഒന്നും ഇല്ലാതെ ഞാൻ നന്നായി സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത് രണ്ടും തമ്മിൽ ചെയ്യുന്ന പ്രവൃത്തി സെയിം ആണെങ്കിലും ഇതിൻ്റെ ഒരു അപ്രോച്ച് ഡിഫറെൻറ്റാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പേഴ്സണാലിറ്റി ഡിഫറൻസ്. എനിക്ക് സ്വസ്ഥമായിട്ട് റൂമിലിരുന്ന് ഞാൻ നന്നായി വർക്ക് ചെയ്യും, ഈ കോലാഹലങ്ങൾ ഒച്ചയുടെ ഇടയിലൊന്നും എന്നെ കൊണ്ട് പറ്റൂല. അതേസമയം ഇല്ല, എനിക്ക് കുറച്ചും കൂടെ ഊർജ്ജം കിട്ടുന്ന ഒരു 4 പേരുടെ മുമ്പിൽ നിന്ന് ഞാനൊരു കാര്യം പ്രസന്റ് ചെയ്യുമ്പോഴാണെങ്കിൽ again there is a personality difference. ഇത് മനസ്സിലാക്കലാണ്. അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം, ഇപ്പം എന്താ പറയുക, സോ തിങ്ക് അബൌട്ട് ദ കണ്ടീഷൻസ് ഇൻ വിച്ച് യു ആർ ഫ്ലറിഷിങ്. നിങ്ങൾ ഏറ്റവും ജീവസുറ്റമായി പ്രവർത്തിക്കുന്നത് ഏത് സാഹചര്യത്തിലാണെന്ന് ചിന്തിക്കുന്നതാണ് കൂടുതൽ ഉത്തമം, മോർ ദാൻ
ഞാൻ ഏത് ലെവലിൽ പെടുന്ന ആളാണ്, ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതാണ് പേഴ്സണാലിറ്റിയുടെ ഏറ്റവും വലിയ പ്രോബ്ലം. ഒരു 1-2 ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ ചിന്തിക്കാനിട്ട് തരും. ഇപ്പം എപ്പോഴാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യക്തത തോന്നാറുള്ളത്, അല്ലെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ ഒരു മാനസികമായി വളരെ തളർച്ച അനുഭവിക്കുന്നത്? ഏറ്റവും നല്ല സാഹചര്യങ്ങൾ, ഏറ്റവും നല്ല മികച്ച ചിന്തകൾ എപ്പോഴാണ് നിങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു എന്താ പറയുക, ഒരു എക്സസൈസ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. ഏറ്റവും അവസാനമായിട്ട് പെട്ടെന്ന് എന്നെ കേൾക്കുന്ന എല്ലാവരോടായിട്ട് പറയട്ടെ, ഒരു ചെറിയ എക്സസൈസ്. നിങ്ങൾ അവസാനമായിട്ട് ഒരു കാര്യം ചെയ്തപ്പം നിങ്ങളെ തന്നെ മറന്ന്, അല്ല ചില സമയത്ത് നമ്മൾ അങ്ങനെ ചേർന്ന് നമ്മൾ ഫുൾ ടൈമൊക്കെ മറന്നുപോയി, സ്ഥലകാലം ഇതൊക്കെ മറന്നുപോയിട്ട് നമ്മൾ അങ്ങ് ഇൻവോൾവ് ആയതിൽ അല്ലേ, അങ്ങനെ നിൽക്കുന്ന ഒരു ഇൻസ്റ്റൻസിനെ പറ്റി നിങ്ങൾക്ക് ഓർത്തെടുക്കാം. വളരെ എല്ലാം മറന്ന് വളരെ ഫ്ലോയിൽ, ഭയങ്കര എന്താ പറയുക, സമയം പോയതറിയാതെ വളരെ വ്യക്തമായിട്ട് ചിന്തിച്ച് ചില കാര്യങ്ങൾ ചെയ്ത് പിന്നീട് ക്ലോക്കിൽ നോക്കുമ്പോഴാണ് അയ്യോ ഇത്രയും സമയമായോ, ഞാൻ സമയം പോയത് അറിഞ്ഞില്ല എന്ന് അങ്ങനെ നിങ്ങൾക്ക് ലൈഫിലുണ്ടായ ഒരു നിമിഷത്തെ പറ്റി ഒന്ന് ചിന്തിക്കാമോ? എന്നിട്ട് ചില ചോദ്യങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കുക. ആ സമയത്ത് നിങ്ങളുടെ കൂടെ ചില ആളുകൾ ഉണ്ടായിരുന്നു, അതോ നിങ്ങൾ ഒറ്റയ്ക്കായിരുന്നു? അല്ലെങ്കിൽ നിങ്ങളെ ചെയ്തുകൊണ്ടിരുന്ന ടാസ്ക് എന്തായിരുന്നു? അവിടെ നിങ്ങൾക്ക് എത്രത്തോളം സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു? നിങ്ങളാണോ ചെയ്തത്, അതോ ചില ആൾക്കാരുടെ സജഷൻസ് കേട്ട് നിങ്ങൾ ചില കാര്യങ്ങൾ ചെയ്യുമായിരുന്നു? അതോ അത് പകലാണോ രാത്രിയാണോ? നിങ്ങളൊരു ആ സമയത്ത് നിങ്ങൾക്ക് വളരെ എനർജി തോന്നിയൊരു നിമിഷമായിരുന്നോ, അതോ വളരെ എന്താ പറയുക, വളരെ ഫോക്കസ്ഡ് ആയിട്ട് വളരെ ശാന്തമായി നിന്നൊരു സമയമാണോ? ഓക്കെ, അവസാനമായിട്ട് സാറിന്റെ ഈ ഒരു സീരീസിലൂടെ ഉന്നയിക്കുന്ന കുറെ ചോദ്യങ്ങളുണ്ട്. അപ്പൊ ഇതിനൊക്കെ ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുന്ന നമ്മുടെ യുവതലമുറയിൽപ്പെട്ട ആളുകളോട്, ഒരു കരിയർ ചൂസ് ചെയ്യാൻ നിൽക്കുന്നതിന്റെ ഒരു പടിവാതിൽക്കലാണ് അവരിപ്പോൾ ഉള്ളത്, അവരോട് സാറിന് അവസാനമായിട്ട് എന്താണ് പറയാനുള്ളത്? ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നുന്നത്, പ്രത്യേകിച്ച് +1, +2, 10th നിങ്ങളുടെ ടീനേജിന്റെ കോർ ടൈമിലാണ് നിൽക്കുന്നത്. ഫ്രം എ ഫിസിയോളജിക്കൽ പെർസ്പെക്റ്റീവ്, അല്ലെങ്കിൽ കുറച്ചൊരു മനഃശാസ്ത്രപരമായ ശരീരശാസ്ത്രത്തിലൊക്കെ പറയുമ്പം നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്ന ഈ പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് തലയുടെ ഏറ്റവും. ആ ഏരിയയാണ് നമ്മൾ ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്ന ഒരു ഏരിയ. ഇത് പൂർണ്ണ ഗ്രോത്തിലേക്ക് എത്തുന്ന ഒരു 21 വയസ്സാകണം എന്നുള്ളതാണ്. നമുക്ക് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അറിയാം. പ്രിഫ്രണ്ടൽ കോർട്ടെക്സ് ആണ് നമ്മുടെ ഡിസിഷൻ മേക്കിംഗ് സെന്റർ. ഇതിന്റെ ഫുൾ ഗ്രോത്തിലേക്ക് എത്തണമെങ്കിൽ 21 വയസ്സെങ്കിലും ആവണം. അപ്പൊ അതുവരെ വലിയ തീരുമാനങ്ങൾ ചാടി എടുക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് ഒന്നാമത് പറയാനുള്ളത്. ഒരു പക്ഷേ ഇതൊരു അമ്മാവൻ ഉപദേശമായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നിയേക്കാം, പക്ഷേ ഇതിൽ വ്യക്തമായ ഒരു ഫിസിയോളജി ഉണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ എന്ത് തീരുമാനങ്ങളായിക്കോട്ടെ, ഏത് തീരുമാനം, വ്യക്തിപരമായ തീരുമാനങ്ങൾ, നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ തിരഞ്ഞെടുക്കേണ്ട തീരുമാനങ്ങൾ, അല്ല നിങ്ങളുടെ കരിയർ തിരഞ്ഞെടുക്കേണ്ടത്, ടേക്ക് ടൈം. അതുകൊണ്ട് തന്നെ ആ ഗ്യാപ്പിൽ നിങ്ങൾക്ക് മെന്റേഴ്സിനോട് ചോദിക്കാം. ഒരിക്കലും നിങ്ങൾ ഒറ്റയ്ക്കല്ല. എല്ലാവരോടും പറയട്ടെ, ഇപ്പോൾ ഏത് രീതിയിൽ, ഇപ്പം എന്നെ പല കുട്ടികൾ വിളിക്കാറുണ്ട്. വർക്ക് ആസ് എ ടീം. എനിക്കും പേഴ്സണലി ഒരു ടീമായിട്ട് നമ്മൾ ആൾക്കാരിലേക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. ഡു കോൾ അസ്, ഡു ടേക്ക് ഹെൽപ്പ്. ധൈര്യമായിട്ട് നിങ്ങൾ ഹെൽപ്പ് എടുക്കുക. കാരണം ഇതാണ്, നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കാൻ പലപ്പോഴും നിങ്ങൾ വിചാരിക്കും ഓക്കെ ഞാൻ ആയിട്ടുണ്ട്, പെട്ടെന്ന് വൈകാരികമായ ചില എടുത്തുചാട്ടങ്ങൾ ഈ പ്രായത്തിൽ ചെയ്യാറുണ്ട്. അത് ചെയ്യേണ്ടെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. ഒരു പക്ഷേ ഒരാളായിട്ട് സംസാരിച്ചാൽ ചിലപ്പോൾ ഒരു ക്ലാരിറ്റി കിട്ടും. എപ്പോഴും ഒരുപക്ഷെ ജെമിനിയും ChatGPT നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടാവണമെന്നില്ല. ജസ്റ്റ് മേക്ക് എ കോൾ, ജസ്റ്റ് അറ്റംപ്റ്റ്. ചില ആൾക്കാരെ ഒന്ന് വിളിച്ച് നിങ്ങൾ, അല്ലെങ്കിൽ ചില ആൾക്കാർ അടുത്ത് പോയി ഒന്ന് സംസാരിക്കുക. ചാടി ഒരു തീരുമാനം എടുക്കാതിരിക്കുക. ചാടി തീരുമാനമെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ചില പരസ്യങ്ങളിലോ കെണികളിലോ വീഴാതിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന പോലെ ജീവിത സാഹചര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ മനസ്സിലാക്കാൻ ഉള്ള ആ ടീനേജ് പ്രായത്തിൻ്റെതായ ഒരു ഡെവലപ്മെൻ്റൽ ടൈം നിങ്ങൾക്ക് തന്നെ നിങ്ങൾ കൊടുക്കുക, ഹെൽപ്പ് എടുക്കുക. ഈ ഒരു 3 കാര്യങ്ങളാണ് ഇനി കേൾക്കാൻ പോകുന്ന, അല്ലെങ്കിൽ ഒരു വലിയ തെരഞ്ഞെടുപ്പുകൾ നടത്താൻ പോകുന്ന അടുത്ത തലമുറയോട് പറയാനുള്ള 1-2 കാര്യങ്ങൾ. പിന്നെ ടേക്ക് ഇറ്റ് സിമ്പിൾ. നിങ്ങൾ കൂടുതൽ സ്ട്രെസ് ചെയ്തുകൊണ്ട് പ്രത്യേകിച്ച് ഒന്നും ഗുണമില്ല. ഞാൻ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയൊരു കാര്യം, നമ്മൾ കുറേ കാര്യത്തെപ്പറ്റി ഭയങ്കരമായിട്ട് സ്ട്രെസ് ചെയ്യും, എന്നാൽ നമുക്കൊന്നും ചെയ്യാനുമില്ല ഇതിലൊന്നും. അപ്പോൾ ആ സമയം കൊണ്ടൊരു പുസ്തകം വായിക്കാൻ പറ്റുമെങ്കിൽ, യുവർ കോഗ്നിറ്റീവ് സ്കിൽസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ്. ചിന്തിക്കാനുള്ള ശേഷിയാണ് മനുഷ്യനെ AI നിന്ന് വ്യത്യസ്തനാക്കുന്നത്. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഇന്റൻഷനിൽ 1-2 പേജെങ്കിലും വായിക്കാൻ, ഒരു പുസ്തകം എടുത്ത് വായിക്കാൻ ശ്രമിക്കുക. മേക്ക് ഷുവർ യു ആർ ഷാർപ്പ്. കാരണം അത് ഏറ്റവും നല്ല ടൈം ഈ പ്രായമാണ്. നമ്മൾ പലപ്പോഴും ആ ടൈം അതിന് ഉപയോഗിക്കാതെ വേറെ മറ്റ് പല ബിസിനസ്സുകൾക്കാണ് പോകുന്നത്. ബട്ട് തീരുമാനങ്ങൾ എടുക്കുന്ന സമയത്തും വൈകാരികമായിട്ടൊക്കെ ഉള്ള ഫ്ലക്ച്വേഷൻസ്, മൂഡ് സ്വിങ്സ് എന്നൊക്കെ നമ്മൾ അല്ല ഇന്ന് എനിക്ക് മൂഡ് ഔട്ടാണ്, നമുക്ക് നാളെ സംസാരിക്കും, അത് വി റെസ്പെക്ട് ഇറ്റ്. ഇന്നത്തെ ആ മൂഡ് സ്വിങ്സും കാര്യങ്ങളും ഒക്കെ ബയോളജിക്കലി ഒക്കെ വരുന്നൊരു പ്രായം തന്നെയാണ്. അതുകൊണ്ട് ഡോണ്ട് റഷ് ടു മേക്ക് എ ഡിസിഷൻ. ടേക്ക് ടൈം, ടോക്ക് ടു പേരൻസ്, ടോക്ക് ടു പിയേഴ്സ്. ഈവൻ ദോ ഇറ്റ് മേ നോട്ട്, നിങ്ങൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ആൻഡ് ടേക്ക് ഹെൽപ്പ്. ഇപ്പം
നിങ്ങൾക്ക് വേണമെങ്കിൽ വ്യക്തിപരമായിട്ട് കോൺടാക്ട് ചെയ്യാം. ഇമെയിലിലൂടെയോ ഫോണിലൂടെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വി ആർ റെഡി ടു ഹെൽപ്പ്. അങ്ങനെ ഒരുപാട് NGOs, കരിയർ മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഒരുപാട് NGOസും ഒരുപാട് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസും ഒക്കെ ഉണ്ട്. അത്തരം ഹെൽപ്പുകൾ എടുക്കുക. നല്ല സുഖകരമായൊരു ജീവിതം എല്ലാവർക്കും നിങ്ങളെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ മനസ്സിലാക്കാനോ അതനുസരിച്ച് നല്ല ഇൻഫോംഡ് ഡിസിഷൻസ് എടുക്കാൻ സാധിക്കട്ടെ. ദൈവം അതിനെ നിങ്ങളെ സഹായിക്കട്ടെ. അതുപോലെ തന്നെ നല്ല ഈ നമ്മുടെ രാജ്യത്തെ സെർവ് ചെയ്യാനും നമ്മുടെ സമൂഹത്തെ ഒക്കെ സെർവ് ചെയ്യുന്ന നല്ല ഒരു പുതിയ ജനറേഷൻ വരട്ടെ. വലിയ പ്രതീക്ഷകളുണ്ട്. ഞാൻ പുതിയ ന്യൂ ജനറേഷൻ വലിയ പ്രതീക്ഷകൾ കാണുന്നു. കാരണം നമ്മളെക്കാളൊക്കെ ഒരുപാട് സ്പീഡായിട്ട് പ്രോസസ്സ് ചെയ്യാനും ഒക്കെ ഉള്ള നല്ല സ്കിൽ സെറ്റോട് കൂടി ഇവരൊക്കെ വരുന്നത്. ഡോണ്ട് കോംപ്രമൈസ് ഓൺ യുവർ സെൽഫ്. നിങ്ങൾക്ക് ലഭിച്ച സ്കില്ല്, നിങ്ങളുടെ ഇൻട്രസ്റ്റ്, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ മൂല്യങ്ങൾ, ദിസ് ഇസ് വെരി യുണീക്ക് ടു യു. ദിസ് ഇസ് വെരി യുണീക്ക്. എക്സ്പ്ലോർ യുവർ സെൽഫ്. ഹാവ് ഫൺ. ഗോഡ് ബ്ലെസ്. നമ്മുടെ സ്കില്ലും ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും വാല്യൂസും ഒക്കെ കൃത്യമായി മനസ്സിലാക്കി എങ്ങനെ നമ്മുടെ കരിയർ ചൂസ് ചെയ്യാമെന്നാണ് ഡാനിയൽ സാർ ഇത്രയും നേരം നമ്മോടൊപ്പം പങ്കുവച്ചത്. ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിന്റായ കരിയർ ചൂസിംഗിന്റെ പാതയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഈ പരിപാടി ഉപകാരപ്രദമായി എന്ന് കരുതുകയാണ്. ഇത്രയും വിവരങ്ങൾ കൃത്യമായി പങ്കുവച്ച ഡാനിയൽ സാറിന് റേഡിയോ മാറ്റുലിയിൽ എത്തിച്ചേർന്നതിനും ഈ വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിനും നന്ദി അറിയിക്കുന്നു.